ഞാനെപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എടുത്ത എഫേർട്ട് ഞാൻ 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 എത്രത്തോണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ എത്രത്തോണ്ട് ഞാൻ പ്രതിസന്ധികൾ നേരിട്ടുണ്ട്, അത്ര ഒന്നും വേറെ ആരും ഒരു പക്ഷേ ഈ കലാഫീൽഡിൽ നേരിട്ടുണ്ടാവില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ വന്ന കാരണം ഒരു പാട്ട് കേൾക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നല്ല വന്നത്. സത്യം. അല്ല, ഞാൻ ചോദിക്കട്ടേക്ക, ഈ അന്ന് ഈ പാട്ടുകൾ എഴുതുന്ന സമയത്തെ ഈ ഞാൻ കിട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണെന്നൊക്കെ പറയുമ്പോ ഇന്ന് പറയുമ്പോ നമ്മളിപ്പോ അങ്ങനെ കുറെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് ഇറങ്ങുമ്പോ ഭാര്യ എന്താ പറഞ്ഞ ആക്ച്വലി? അല്ല, ഭാര്യക്ക് അത് ആ സമയത്ത് ഫീൽ ചെയ്തിരുന്നു. ഞാനത് ആ വരി കുറേ വട്ടം മാറ്റാൻ നോക്കിയതാണ്. പക്ഷെ ആ വരി മാറ്റിയാൽ പിന്നെ ആ പാട്ടില്ല, അതിന്റെ ഒരു ഭംഗി പോകും. ആ സമയത്ത് എല്ലാവരും നിനക്കൊരു സുഖമില്ലാത്ത കുട്ടിയുണ്ടല്ലേ എന്ന് പറഞ്ഞു. അതൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇല്ലാത്ത കാലം എന്ന ഒരു സാധാപത്തോടെ വളരരുതല്ലോ. അപ്പൊ എന്നോട് ചില ആളുകൾ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ കൊണ്ട്? ഞാൻ പറഞ്ഞ എൻ്റെ മകളെ ഞാൻ ഉള്ളിലിരുത്തണം. എൻ്റെ മകളെ, നിങ്ങളെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകാറില്ലേ? സത്യം. അതുപോലെ തന്നെയല്ല എൻ്റെ മകളെ. കാരണം എൻ്റെ മകള് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആരെന്ന് വെച്ചാൽ ഞാൻ എവിടെയും പറഞ്ഞു എൻ്റെ മകളാണ്. ഞാൻ ലോകത്തിൻ്റെ സൗന്ദര്യം കണ്ടത് എൻ്റെ മകളിലൂടെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇത്ര കാലമൊക്കെ ഇത്ര പാട്ടുകൾ പാടിയിട്ട് കിട്ടാത്ത എല്ലാ സ്വാഭാവികങ്ങളും അതിലൂടെ കിട്ടി. അപ്പോൾ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു കള്ളമില്ല. നമ്മൾ നല്ലത് മാത്രം പ്രതീക്ഷിച്ച് അതിന് ദൈവം തരുന്ന ഒരു, ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര സിംഗേഴ്സ് ഉണ്ട്, എനിക്കായിട്ടൊരു കയ്യടിയൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ അന്നമോളെ ആ ഒരു അച്ഛൻ എന്ന രീതിയിൽ കിട്ടുന്ന. അപ്പോൾ ഞാൻ പറയും ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള പിതാവ് ഒരാളെ ഞാനാണ്. പുതിയത് അത് മറ്റൊന്ന് വരുന്നുണ്ട്, ഡബ്ബമാല എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആൽബം വരുന്നുണ്ട്. അതിൻ്റെ ലിറിക്സും മ്യൂസിക്കും ചെയ്തിട്ടുള്ള ഡാപ്സിയാണ്. ഞാനും ഡാപ്സിയും കൂടിയിട്ട് പാടിയിട്ട് അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. സിനിമയിലെ പാട്ടുകൾ എഴുതാത്ത എന്താ? താല്പര്യമില്ലാണ്ടാണ്. താല്പര്യമില്ലേ? ഞാൻ എന്നിട്ട് അന്ന് കഴിഞ്ഞ് പോയിട്ട് വീട്ടിലെത്തിയിട്ട് സ്വപ്നാവും. എന്നിട്ട് രാവിലെ ഞാൻ ബാഗ് എടുത്ത് എഫ് തുറന്നപ്പോൾ അല്ല, സ്വപ്നമല്ല, സംഭവം ഇത് റിയലാണെന്ന് അത് നമുക്ക് പൊരുത്തപ്പെടാൻ, അതിനോട് പൊരുത്തപ്പെടാൻ സമയമെടുത്തതില്ല. സത്യത്തിൽ കല്യാണം കഴിച്ച സമയത്ത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്നു. ഒരുപാട്. കാരണം ഒന്ന് എൻ്റെ ആ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ടും പ്രായത്തിൻ്റെ ഒക്കെ ഉണ്ടാവാം. എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഞാൻ ഒരിക്കലും ഞാനൊരു നല്ല ഭർത്താവല്ല, പക്ഷെ എനിക്ക് നല്ല ഭാര്യയുടെ ഭർത്താവാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഇൻ്റർവ്യൂ കാണുമ്പോൾ കുറേ ആളുകൾ ചിലപ്പോൾ പറയും, ഓ ഇവൻ ഭാര്യയെ പുകഴ്ത്തി സ്വന്തം. നിങ്ങൾ ചോദിക്കുന്ന എൻ്റെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ചോദിക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല. ശരിക്കും ഈ സലീം കൊടത്തൂർ എന്ന് പറയുന്ന ആളുകളൊന്ന് അറിഞ്ഞു തുടങ്ങി, ഇപ്പം പ്രോഗ്രാമിനൊക്കെ വിളിച്ചു തുടങ്ങിയത് ഏത് ഘട്ടത്തിലായിരുന്നു? അത് ആ സമയത്ത് തന്നെ. അന്ന് ഞാൻ പന്തൽ പണിയൊക്കെ പോയി പോകുന്ന സമയം. അഫ്സലിക്കയുടെ കൂടെ അല്ല, അഫ്സലിക്കയുടെ കൂടെ പാടില്ല, അഫ്സൽഖാനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. പിന്നീട് ഞാൻ ആദ്യമായിട്ട് കൽബിലാൻ റജിന എന്നൊരു പാട്ട് പാടുന്നു. പിന്നെ എത്ര നാള് രണ്ടാമത്. അത് എത്ര നാൾ അഫ്സൽഖ തന്നെ പാടേണ്ട പാട്ടാണ്. അന്ന് അഫ്സൽഖ ദുബായിൽ പ്രോഗ്രാമിന് പോകുന്ന സമയം 5 പാട്ടുകൾ അഫ്സൽഖ പാടുന്നു. അതിൽ ഒരു പാട്ട് ഞാൻ പാടുന്നുണ്ട് ആ ആൽബത്തിൽ. അപ്പോൾ എത്ര നാൾ അഫ്സൽഖ പാടുന്നു. അപ്പോൾ അഫ്സൽഖ ഫ്ലൈറ്റിൻ്റെ ടൈമായി. അപ്പോൾ 4 പാട്ട് പാടിയിട്ട് അഫ്സൽഖ പറഞ്ഞു, ഈ ഒരു പാട്ട് സലീം എന്നെ പാടിക്കൊന്നാൽ. അപ്പോൾ അൻസാർക്ക് അതിലൊരു പാട്ട് പാടുന്നുണ്ട്, അഫ്സൽഖയുടെ ജ്യേഷ്ഠൻ. അൻസാർക്കാക്ക് 2 പാട്ടായിരിക്കും. അല്ലേ ഈ പാട്ട് സലീമിന് ട്രാക്ക് നന്നായി പാടുന്നത്, സലീമിന് പാടി വെക്കുന്നു. അത് അഫ്സൽഖാക്ക് അങ്ങനെ പറയിക്കാൻ തോന്നിയതാ. അതൊക്കെ എൻ്റെ ഭാവിയിലേക്കുള്ളൊരു നല്ല സമയം കണ്ടെത്തലായിരുന്നു. അത് അങ്ങനെ പാടി അതുകൊണ്ട് ഹിറ്റായി. അതിനുശേഷം അത് ഞാൻ പാടിയതല്ല എന്നുള്ള ധാരണ ഉണ്ട് ആളുകൾക്കൊക്കെ. ഷാഫിക്ക പാടിയത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പിന്നെ ഇറങ്ങുന്നതാണ് മനസ്സിൻ്റെ വേണ്ടി. അതിനുശേഷം ഇങ്ങനെ ഉള്ള പണിയും പോയി. കാരണം എന്താ വെച്ചാൽ ഇനി പണിക്ക് വരണ്ട, നീ പാട്ടിൻ്റെ പിന്നാലെ പോയിക്കോന്ന് എൻ്റെ പന്തൽവണ്ടിയുടെ മുതലാളി പറഞ്ഞു. ഇനി മുതൽ പണിക്ക് വരണ്ട. കാരണം ഞാൻ പണിക്ക് പോയ വീട്ടിലിങ്ങനെ കുട്ടികളെ ഇരുത്ത് വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ അവിടുത്തെ ആൾ ചോദിച്ചു ഇങ്ങനെ എന്താണ് അവനായിട്ട് ഇങ്ങനെ ആ പാട്ട് പാടിയ ആളാണ്. അപ്പോൾ അയാൾ ചോദിച്ചു മുതലാളിയോട്, അവനൊക്കെ പണിക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുണ്ടാവും, ഒരു ഭാവിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞു, അങ്ങനെ ചിന്തിച്ചേ. അപ്പോൾ അന്ന് പറഞ്ഞു, ഇനി മുതൽ പണിക്കാനോടാ, നീ രക്ഷപ്പെടും എന്നൊക്കെ. ആ ഒരു കോൺഫിഡൻസിലാണ് ഇറങ്ങി തിരിച്ച്. കാരണം പാട്ട് എഴുതിയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. മനസ്സിൻ്റെ മണിയറ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമാണ് സുന്ദരി എന്ന ആൽബമായിരുന്നു.
അതിൻ്റെ ലിറിക്സും മ്യൂസിക്കും ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ 2 പാൻറ്റും ഷർട്ടുമാണ്. അതിന് മുമ്പ് ഓസജിനയിലൊന്നും എഴുതിയിട്ട് മ്യൂസിക് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരു ആൽബം മുഴുവൻ എഴുതിയിട്ട് കിട്ടിയതോ? 2. കാരണം അന്ന് നമുക്ക് ഇനി പ്രോഗ്രാംസൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയല്ലേ. അപ്പോൾ പ്രോഗ്രാമിനൊക്കെ മുമ്പ് ഒരു ഷർട്ടപ്പ് അവർ അവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സ് അളവെടുത്ത് 2 പാൻറ്റും ഷർട്ടും തയ്ച്ചു തന്നു. അതാണ് അതിന് കിട്ടിയ പ്രതിഫലം. പിന്നെ എനിക്ക് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടിയെന്ന് പറഞ്ഞാൽ അഴകേ സിനീന എന്നൊരു വർക്കിൽ, ആ വർക്ക് ലിറിക്സും മ്യൂസിക്കും സിറാജ് ഫാൻറ്റസി എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയപ്പോൾ അതിൽ ഞാനും 2 പാട്ട് ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. അതിൽ പാടിയിട്ടൊന്നുമില്ല. മൂപ്പരാളാണ് ഫോണ്, ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണ്, നോക്കിയയുടെ 3310. കാരണം എനിക്ക് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ മൂപ്പരാളൊരു ഫോൺ, ഒരു 30, അന്ന് നോക്കിയയുടെ ആദ്യത്തെ നല്ല രസമാണ്. അതിൽ ഒരു ആപ്പിളിൻ്റെ സാധനം എന്ന് പറയും. അതിൻ്റെ ഒരു സെക്കൻഡ്സ് ഫോൺ മൂപ്പരാളെ കയ്യിലുണ്ട്. അതാണ് ആദ്യത്തെ ഫോൺ കിട്ടിയത്. പിന്നെ എൻ്റെ സ്വന്തം എന്ന് പറയുന്ന ആൽബത്തിലാണ് മുതലാണ് റെമ്യൂണറേഷൻ ഒരു പ്രതിഫലം കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഫുള്ള് ലിറിക്സും മ്യൂസിക് ചെയ്തിട്ട് കാത്തിരിപ്പാണ് ഷേന എന്ന് പറഞ്ഞ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അത് അഫ്സൽ കാക്ക് വേണ്ടിയിട്ട് ഫുള്ള്. അതിൽ ഇതേമാതിരി ഒരു ഷർട്ട് എടുത്തു. പിന്നെ 2 വട്ടം വീട്ടിലേക്ക് ഞങ്ങൾ എറണാകുളത്ത് റെക്കോർഡ് കഴിഞ്ഞ് പോകുമ്പോൾ എന്തോ ബേക്കറി എന്തോ വാങ്ങി തന്നിട്ടുണ്ട്. അതൊക്കെ ആയിരുന്നു. അതുകൊണ്ടാവും വീട്ടിലത്തവർക്ക് ആദ്യം സപ്പോർട്ടില്ലാതിരുന്നു. ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് തെറ്റും പറയാൻ പറ്റില്ല അല്ലേ? അന്നത്തെ കാലഘട്ടം പറ്റില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എടുത്ത എഫേർട്ട്, ഞാൻ എത്രത്തോണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ എത്രത്തോണ്ട് ഞാൻ പ്രതിസന്ധികൾ നേരിട്ടുണ്ട്, അത്രയൊന്നും വേറെ ആരും പക്ഷേ ഈ കലാഫീൽഡിൽ നേരിട്ടുണ്ടാവില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ വന്ന കാരണം ഒരു പാട്ട് കേൾക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നല്ല വന്നത്. സത്യം. ഇപ്പോഴും പാട്ട് പഠിച്ചിട്ടില്ല? പിന്നെ ഇല്ല, ഇപ്പോഴും പഠിക്കണം തോന്നിയിട്ടില്ല. അതുപോലെ പാട്ടിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് തോന്നുന്നു. ചില ആളുകൾ പറയുവേ, എടാ നീ പഠിക്കണ്ടോ, നീ ഇങ്ങനെ പഠിച്ച അതിന്റെ ഒരു അതായിരിക്കും. പഠിച്ചിട്ടല്ലല്ലോ ഇപ്പോൾ ഞാൻ സംഭവം ശിക്കാരി സംഭവം ആയതാണെങ്കിൽ കൂടി നമ്മളിപ്പോൾ സുലൈഖ മനസ്സിൽ ആ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ മ്യൂസിക് ലിറിക്സിൻ്റെ ഭാഗത്ത് എൻ്റെ പേര് എഴുതി കാണിച്ചില്ലേ, അതൊരു പക്ഷെ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അന്ന് ഈ പാട്ടുകൾ എഴുതുന്ന സമയത്തെ ഈ ഞാൻ കിട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണെന്നൊക്കെ പറയുമ്പോ ഇന്ന് പറയുമ്പോ നമ്മളിപ്പോ അങ്ങനെ കുറെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് ഇറങ്ങുമ്പോ ഭാര്യ എന്താ പറഞ്ഞ ആക്ച്വലി? അല്ല, ഭാര്യക്ക് അത് ആ സമയത്ത് ഫീൽ ചെയ്തിരുന്നു. ഞാനത് ആ വരി കുറെ വട്ടം മാറ്റാൻ നോക്കിയതാണ്. പക്ഷെ ആ വരി മാറ്റിയാ പിന്നെ ആ പാട്ടില്ല. ഇല്ല, അതിന്റെ ഒരു ഭംഗി പോകും. അപ്പൊ പടുത്ത് ഭാര്യ എന്നോട് അത് തുറന്നു പറഞ്ഞു. ആ സമയത്ത് എനിക്ക് നല്ല ഇപ്പോഴാണോ പറയണേ? ഇല്ല, ആ സമയത്ത് എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ തിരക്കുകളായിട്ട് പോകുന്ന സമയം, പിന്നെ എൻ്റെ പ്രായത്തിലല്ലേ ഉള്ളൂ, ഫാമിലിയോട് അങ്ങനെ ഇന്ന് ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫാമിലിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒരു സീരിയസ്നെസ് അറിയില്ല. എൻ്റെ പ്രായം അതാ. അപ്പൊ ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. എടി ഇങ്ങനെ ഒരു പാട്ട്, ഞാൻ ഈ പാട്ട് കേട്ടു നോക്കുന്ന പറഞ്ഞിട്ട് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അവർ ഇതറിയല്ലേ. പക്ഷെ പാവം അവള് ആണെങ്കിൽ ഒരു പരാതി ആ പാട്ടിൽ ബാക്കി എഴുതിയ കാര്യങ്ങളൊക്കെ സത്യം, ഒരു പരാതിയോ പരിഭവമോ ഒന്നും പറയാത്ത. അപ്പൊ ഇപ്പൊ അടുത്ത തുറന്നു പറഞ്ഞതിന് ശേഷം ഞാൻ അവളെ കുറിച്ച് വീണ്ടും ഒരു പാട്ട് എഴുതിയിരുന്നു. പക്ഷെ ആ പാട്ട് അധികാരം കേൾക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പോകുന്ന സ്റ്റേജിൽ ഞാൻ കെട്ടിയ പെണ്ണ് എന്ന് പറഞ്ഞ പാട്ട് പാടൽ നിർബന്ധമാണ്. ഞാൻ പാടാൻ മാറാൻ ശ്രമിക്കുമ്പോഴും ആളുകൾക്ക് ആ പാട്ട് നിർബന്ധം പാടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ വരി മാറ്റാൻ നോക്കിയത്. പക്ഷെ ബാക്കിയുള്ള വരിയൊക്കെ അടിപൊളിയല്ലേ, നിന്നെ കുറിച്ച് പൊന്തിച്ചിട്ടില്ലേ പറഞ്ഞതൊക്കെ. പക്ഷെ ആദ്യത്തെ വരി പോയില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളൊരാളെ പറഞ്ഞിരുന്നെങ്കിലോ അതൊരു കോൺട്രോവേഴ്സിയാണ് സത്യത്തില് അല്ലേ? അല്ല, അവരെ അത് സത്യത്തില് അവള് ആ സമയത്ത് നന്നായി അത് പക്ഷെ ഞാൻ എന്നിട്ട് ആ പാട്ട് ഇപ്പൊ അങ്ങനെ കേൾക്കാൻ ശ്രമിക്കാറ്. പക്ഷെ എവിടെ പോയാലും ആ പാട്ട് വേണം. അത് മാത്രല്ല, ഇപ്പൊ ഞാനൊരു റെസ്റ്റോറന്റിൽ കയറി എന്ന് വിചാരിക്കുക, അവരപ്പ പ്ലേ ചെയ്യും ഈ പാട്ട്. ഞാനിതൊന്നും മറക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്നിട്ട് ഇപ്പൊ സ്റ്റേജിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പെണ്ണൊരുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേൾക്കണം, എൻ്റെ ഒരു സമാധാനത്തിലാണ് പറയും. അതിൽ ഞാൻ നല്ല വരികൾ എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ എന്നെക്കാൾ മുൻപ് അവൾക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് ആരും കേട്ടില്ലല്ലോ.
ഈ സാഹചര്യത്തിൽ ചോദിക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല. ആ പാട്ടൊന്ന് പാടൂ. അങ്ങനെയുള്ള ആൾക്കാർ കേട്ടല്ലേ. പത്തരമാറ്റിൻ മാനമുള്ളോള് 14 രാവിൻ്റെ ചേലുള്ളോള് ഞാലിയലിക്കത്തിട്ട് നാണം കൂടുങ്ങിയിട്ട് നാദനൻ വാരിയല് ചേർത്തുള്ളോള് അവൾ എന്നെക്കാളേറെ കാണാൻ മൊഞ്ചുള്ളോള്. ആ പാട്ടായി. ഇറങ്ങിയിട്ടപ്പോ ഭാര്യ എന്താ പറഞ്ഞത്? ഇത് സോപ്പിടാൻ വേണ്ടിട്ട്. സത്യം തെറ്ററിയാൻ പറ്റില്ല, ഞാനും അതാ മനസ്സിലാക്കി. അല്ല, ഞാൻ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റണം. അപ്പൊ എനിക്കിങ്ങനെ തോന്നുന്നത് ഞാൻ അവളെ കുറിച്ച് നുണയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഞാനൊരു നല്ല ഭർത്താവല്ല, പക്ഷെ എനിക്ക് നല്ല ഭാര്യയുടെ ഭർത്താവാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഇന്റർവ്യൂ കാണുമ്പോൾ കുറെ ആളുകൾ ചിലപ്പോൾ പറയും, ഇവൻ ഭാര്യയെ പുകഴ്ത്തി സ്വന്തം. നിങ്ങൾ ചോദിക്കുന്ന എൻ്റെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവാം. എല്ലാവരുടെ ഭാര്യയും പ്രിയപ്പെട്ടതും വെള്ളം പാവം തന്നെ. ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാം. അപ്പോൾ ഇതിലെഴുതിയ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഒരു പരിഭവം പരാതി ഒന്നും പറയാറില്ല. അയ്യോ സത്യട്ടോ, നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിൽ എവിഡന്റ് ആണ്. ആള് ഭീകര പാവാണ്, ഭയങ്കര പാവാന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആണ്. ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണെന്ന് തോന്നുന്നല്ലേ, വർത്താനം ഒന്നും പറയില്ല, സംസാരം കുറവാണ്. ഇനിയിപ്പോ ഞാൻ വീട്ടില് ചിലപ്പോ എന്തെങ്കിലും പ്രഷറിൽ പറയുകയാണെങ്കിൽ തന്നെ അപ്പൊ അവിടുന്ന് വല്ലാണ്ട് മാറിപ്പോവും. അപ്പൊ മനസ്സിലായി. പിന്നെ കല്യാണം കഴിച്ച സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഒരുപാട്. കാരണം ഒന്ന് എൻ്റെ ആ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ടും പ്രായത്തിൻ്റെ ഒക്കെ ഉണ്ടാവാം. എന്നിട്ട് പോലും അവള് എന്നെ ക്ഷമിച്ചു, സഹിച്ചു. നമ്മളെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചില്ലേ, അതാണ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഹന്നമോളെയാണ് കൂടുതൽ അറിയാം, ഹന്നമോളുടെ വാപ്പാന്ന് പറഞ്ഞത്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇതിനു മുമ്പേ 2 മക്കളുണ്ട്. ആ 2 മക്കളെ കുറിച്ച് പറയൂ. സിനാൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു, ഇനിയിപ്പോൾ MBA ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ മകള് ഇപ്പോൾ B.Pharm പഠിക്കുന്നുണ്ട്. ഏകദേശം അമ്മാസനൊക്കെ അവനായി. എന്താല്ലേ, പിള്ളേരൊക്കെ കല്യാണം കഴിക്കാൻ പ്രായമായില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മക്കള് കല്യാണം കഴിക്കാൻ പ്രായത്തിൽ നിൽക്കുകയാണല്ലോ, 20 വയസ്സിൽ കല്യാണം കഴിച്ച വാപ്പ അവർക്ക് കല്യാണത്തെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്ക? അല്ല, ഞാൻ അവനോട് പറയും, എന്തെന്നാടാ നിന്റെ പ്രായത്തില് എനിക്ക് നീയായിരിക്കുന്നു. പിന്നെ അവന് പഠിക്കുന്ന കോളേജിൽ അവൻ ഒരു നല്ല സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ടൊക്കെ ഫോട്ടോ ഇടുമ്പോൾ ഞാൻ പറയല്ല, ഇതിൻ്റെ ഞാൻ പറയിപ്പിച്ച മാതിരി പറയിപ്പിക്കോ അതൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ പറയണ്ടേ, അവർക്ക് ഇഷ്ടമുള്ള ആരാണെങ്കിലും ഞങ്ങൾ സമ്മതിക്കുന്നില്ല, പങ്കാളിയാക്കിക്കോളാൻ അല്ലേ. അങ്ങനെ ഒന്നും ഇല്ല, പാവാ. അവൻ നല്ല മോനാ, അഥവാ ഉമ്മയുടെ സ്വഭാവമാണ്. മോളും അങ്ങനെ തന്നെ സൈലന്റാ. അന്നമോള് മാത്രാണ് ഭയങ്കര ആക്റ്റീവാണ്. നമ്മളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറയും. അപ്പം എൻ്റെ ഡ്രസ്സിങ് വരെ അന്നമോള് പറയും. അഥവാ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാലാണെങ്കിലും ഭക്ഷണം എടുത്ത എല്ലാ കാര്യങ്ങളും നോക്കുന്നൊക്കെ അന്നമോളാണ്. അപ്പം മറ്റേ 2 ആളും സൈലന്റാ. വാപ്പ മോളെ നോക്കണ പോലെ തന്നെ മോള് വാപ്പേനെ നോക്കൂലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഞാനൊരു അമ്മയാണല്ലോ, ഞാൻ ഇക്കടെ ഇന്റർവ്യൂ കാണുമ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ടത്, നമ്മൾ ഒരുപാട് കാലം, ഇപ്പൊ ഒരു 9 months ഒരു അമ്മ ഈ ഡെലിവറിയുടെ പെയിൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ, കുഞ്ഞിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ഒരു അച്ഛനും സൈഡിൽ ഉണ്ടാവുക. ആളും വെയിറ്റിംഗ് ആണ്, ഇതൊന്നും ഫീൽ ചെയ്യാൻ പറ്റാണ്ട് വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയാണ്, കുട്ടിക്ക് നടക്കാൻ ചിലപ്പോൾ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ. അതെങ്ങനെ കവർ ചെയ്തേക്ക്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്തപ്പോ? ആ സമയത്ത് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. എന്തോ ദൈവം തന്ന ഒരു വലിയ സ്ട്രെങ്ത് ആവണം. പിന്നൊക്കെ ഓട്ടോമാറ്റിക് സംഭവിച്ചു പോയതാ. കാരണം ഇപ്പം ഞാൻ പറയലുണ്ട്, ഗസ്റ്റുകൾ വരുമ്പോൾ അന്നമോളായിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കുന്നു. അതൊക്കെ ഓട്ടോമാറ്റിക് അങ്ങനെ ആയിപ്പോയി. വരുന്ന ആളുകൾക്കും ഞാൻ അന്നമോളുടെ അടുത്ത് മാത്രം നിൽക്കുന്ന സമയമായി. അപ്പോൾ പിന്നെ എങ്ങനെയും അവളെ ആക്റ്റീവ് ആക്കി എടുക്കണം. പിന്നെ ആ സമയത്ത് എല്ലാവരും നിങ്ങൾക്കൊരു സുഖമില്ലാത്ത കുട്ടി ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. അതൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇല്ലാത്ത കാലം എന്ന ഒരു സാധാപത്തോടെ വളരരുതല്ലോ. അപ്പം അതിനു വേണ്ടി ഞാൻ ഒന്ന് പ്രയത്നിച്ചു. പിന്നെ അവളോടൊപ്പമുള്ള നിമിഷം സത്യത്തിൽ ഞാൻ അതിൻ്റെ മുമ്പ് വരെ എൻ്റെ കോലത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു.
അന്നമോളായിട്ട് ഇടപഴകി തുടങ്ങുന്ന ആ സമയം മുതൽ ഞാനും ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ട്. നിങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂലൊക്കെ കാണുന്ന സലീമിക്കേ ഭയങ്കര വ്യത്യാസമുണ്ട്. ആക്ച്വലി ഭയങ്കര യങ് ആയി. അല്ലെ, അന്ന് കാണുമ്പോ പിന്നെ കൊച്ചിന്റെ അച്ഛനായിട്ട് തോന്നുന്നു. ഞാൻ പറയും അവളേന്ന് കിട്ടിയതാവും നമുക്ക് എന്തേലും ഒരു ഭംഗിയൊക്കെ എനിക്ക് കിട്ടിയ അവളേന്ന് കിട്ടിയതെന്ന് പറയും. അത് അവളോട് ഒപ്പം പങ്കിട്ട നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ. അവളെ ഓരോ ദിവസമൊക്കെ ഓർത്തെടുത്ത് ഓരോ ദിവസത്തെ കാര്യങ്ങളും പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് എന്നോടൊപ്പമായി. ഇപ്പോൾ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പ്രയത്നിച്ചത് കൊണ്ടാവാം ഇന്ന് അവളെ കാര്യത്തിൽ സക്സസ് ആയത്. കാരണം ഇപ്പോൾ അടുത്ത് അവൾക്ക് ടോൺസിലിൻ്റെ ഒരു സർജറി കഴിഞ്ഞു. അവിടുന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ഇനി അന്നമോൾക്ക് ഒരു ടെസ്റ്റുകളും നടത്തേണ്ട, അവള് ഞാൻ കേട്ടിരുന്നു ഷീസ് പെർഫെക്റ്റ്ലി ഓക്കേ. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾ എന്നോട് ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് പറയും ഇങ്ങനെ സുഖമില്ല. അതിപ്പോഴും ചില ആളുകൾ ചോദിക്കും. ഞാൻ പറയാം കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. പക്ഷെ ഞങ്ങൾ ഫാമിലിയൊക്കെ ഹാപ്പിയാണ് അന്നമോളെ കാര്യത്തിൽ. അന്നമോള് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് 11 സെന്റ് അല്ലേ? അത് കേട്ടപ്പോ ഉണ്ടല്ലോ ഞാനൊന്നും ഇങ്ങനെ 11 സെന്റ് പോയിട്ട് ഇപ്പൊ 1 സെന്റ് മേടിക്കാനുള്ള കാശ് പോലും ഇല്ലാത്തല്ലേ ഞാൻ. അത് കാരണം എന്താ വെച്ചാലേ ചില ആളുകൾ, ഞങ്ങൾക്ക് അങ്ങനെ ബാഡ് കമൻറ്റുകളൊന്നും വരാറില്ല. ചില ആളുകൾ ഞാൻ അന്നമോളുമായിട്ട് ഇനാഗ്രേഷനൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ചെവിയിലെത്തിയിരുന്നു അന്നമോൾക്ക് ആ കുട്ടിയെ വെച്ച് പൈസ ഉണ്ടാക്കാന്നൊക്കെ അങ്ങനെ പറഞ്ഞത് കേട്ടു. ഡയറക്റ്റ് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ളത് ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ പേയ്മെൻറ്റ് പോലും കിട്ടാറില്ല അന്നമോളായിട്ട് ഇനാഗ്രേഷന് പോകുന്ന സമയത്ത്. കാരണം എനിക്കന്ന് പ്രോഗ്രാം എടുക്കാൻ പറ്റില്ല, ഞാൻ ഡെയിലി ലെവൽ പോകും. അപ്പോൾ പൈസ പറഞ്ഞിട്ടല്ലായിരുന്നു പോകുന്നത്. പിന്നെ അന്നമോളൊരു പാട്ട് പാടി, അതിഷ്ടമായി. പിന്നെ അന്നമോൾക്ക് ഫീനിക്സ് അവാർഡ് കിട്ടുന്നു. അപ്പോൾ ആ ഒരു ബേസിലാണ് എല്ലാവരും അന്നമോളെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതെന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. ഈ പറഞ്ഞ ആർട്ടിസ്റ്റാണ് വിളിക്കുന്നത്. അല്ലാതെ അന്നമോള് ഒരു സുഖമില്ലാത്ത കുട്ടിയായിട്ടല്ലല്ലോ. നേരെ മറിച്ച് അന്നമോള് പാട്ടുകളും പാടിയില്ല, അന്നമോളെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നത് തെറ്റാ. അപ്പോൾ എന്നോട് ചില ആളുകൾ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ മകളെ ഞാൻ ഉള്ളിലിരുത്തണം. എൻ്റെ മകളെ, നിങ്ങളെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകാറില്ലേ? സത്യം. അതുപോലെ തന്നെയല്ല എൻ്റെ മകളെ. കാരണം എൻ്റെ മകള് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആരാന്ന് വെച്ചാൽ ഞാൻ എവിടെയും പറയും എൻ്റെ മകളാണ്. ഞാൻ ലോകത്തിൻ്റെ സൗന്ദര്യം കണ്ടത് എൻ്റെ മകളിലൂടെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം മക്ക ഹറമിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് അന്നമോള് മറ്റേ കഅബയുടെ മുമ്പിൽ നിൽക്കുന്നൊരു ഫോട്ടോ. അതിൽ അവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത് ഇതേ സാധനം, ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ചിത്രം എന്നിട്ട്. ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു സാധനം. അപ്പോൾ ഞാനങ്ങനെ നമ്മളെ മക്കളെ നമ്മൾ കൊണ്ടുപോയില്ലേ, അത് വേറൊരു അർത്ഥത്തിൽ എൻ്റെ മോള് അവൾക്ക് കഴിയുന്ന തരത്തിൽ പാടുന്നില്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് അവൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പൈസ ഞാൻ അന്ന് തന്നെ അവളെ അക്കൗണ്ടിലേക്ക് മാറ്റി. അത് മറ്റൊന്നിലേക്കും പോകരുതെന്ന് ചിന്തിച്ചിട്ടാണ് 11. അപ്പോൾ ഞാൻ ആദ്യം ഒരു 5-6 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവൾക്ക് അന്ന് 11 വയസ്സിലാണ്. അപ്പം ഞാൻ അത് 11 വയസ്സിൽ അതിലൊരു 80% പൈസയും അന്നമോളെ പൈസ തന്നെ. അത്യാവശ്യം വിലയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ അതും ഞാൻ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് അതിനെ കണ്ടത്. അത് എനിക്ക് കിട്ടിയൊരു അടിപൊളി കൊച്ചിന്റെ വിഷുക്കൈനീട്ട് അടിച്ചു മാറ്റി ഉടുപ്പ് മേടിക്കുന്ന എനിക്ക് കിട്ടിയൊരു അടി. അല്ല, ലാലും ഇപ്പൊ 10-20 വർഷമായില്ലേ, ലാലും വാങ്ങിയിട്ടില്ല. ലാലിപ്പോഴും ഒരാഴ്ചയിൽ പ്രോഗ്രാം ഇല്ലാതായി കഴിഞ്ഞാൽ ഡീസൽ അടിക്കാൻ അമ്മയുടേത് പൈസ മേടിക്കേണ്ട അവസ്ഥയാണ്. മോളുടെ അടുത്തൊന്നും മേടിക്കായിരുന്നില്ലേ, മോളോട് അവള് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തും തരും. അപ്പൊ അങ്ങനെ അവൾക്ക് ഗോൾഡൊക്കെ, ഒരുപാട് ഗോൾഡൊക്കെ ഉണ്ട് അവൾക്ക്. ഇങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അവള് ബർത്ത്ഡേ ആയാലും പുറത്തൊക്കെ പോയാലും ഒക്കെ കൊടുക്കുന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാം അന്നമോളെ ഒരു രക്ഷയില്ല, എൻ്റെ ഉപ്പാക്ക് ഞാൻ കൊടുക്കും, വേറെ ആരും എന്നോട് ചോദിക്കണ്ടെന്നൊക്കെ പറയും. ഇപ്പൊ ചെന്നു തരുമെന്ന് പറയും. ഈ ലിറ്ററലി നമ്മൾ ചിലപ്പോ പറയില്ല, ഈ പെൺമക്കളെ രാജകുമാരിമാരെ പോലെ കൊണ്ടു നടക്കുന്നത് അവരുടെ അച്ഛന്മാരാണ്, അതിൽ കൂടുതൽ ആർക്കും നോക്കാൻ പറ്റില്ല എന്ന്. ലിറ്ററലി അത് ശരിക്കും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന 2 ആൾക്കാരാണ് നിങ്ങൾ. ലൈക്ക് എ പ്രിൻസസ് അവളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫാദറാണ്. അതിന് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ഞാനിങ്ങനെ മനസ്സിലാക്കിയ, ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് ചില ഫാമിലീസ് വരും. അവർക്ക് ഇതേപോലെ ചെറിയ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ എന്നോട് പറയും, നിങ്ങൾ ഇത് കണ്ടതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നൊക്കെ. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇതൊക്കെ മറ്റാളെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പ്രചോദനമായി ആളുകളെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക്. ചില ആളുകൾക്ക് ചെറിയ കുറവുള്ള കുട്ടികളെ കൊണ്ടുവരാനുള്ള പ്രയാസം എന്ന് പറയുമ്പോൾ
ഈ സഹതാപം എന്ന് പറയുന്ന ഒരു സാധനം. അതെ, ട്രൂ, സത്യം. ഈ സഹതാപത്തിനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, പ്രകാശത്തേക്കാൾ വേഗത സഹതാപത്തോടു കൂടിയിട്ടുള്ള നോട്ടം. സത്യം. പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും വേഗത ഉണ്ട് സഹതാപത്തോട്. ഞാൻ അനുഭവിച്ച ആളാണ്. അത് നമ്മളെ തറക്കുക നമ്മുടെ ഇവിടെ. അപ്പോൾ അത് മാറണം. ഞാൻ ഇല്ലാത്ത കാലം വന്നാലും പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രയത്നിച്ചു. പിന്നെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾ വന്നു. അതിൻ്റെ വലിയൊരു റിസൾട്ട് ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏതൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും അവിടെ വരുന്ന ക്രൗഡ് മൊത്തം അന്നമോളെ കാണുക, അന്നമോളുണ്ടാവും എന്ന്. കാരണം വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴും അന്നമോളെ വിളിക്കുന്ന പ്രോഗ്രാമിനാണ് അന്നമോളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് പ്രതീക്ഷിച്ച്, അത് മാത്രമല്ല ആൽബം സോങ്സ് ആസ്വാദകർ മാത്രമല്ല ഇപ്പോൾ വരുന്നത്, അവിടെ മോളൊന്ന് കാണാം. പിന്നെ ചില ആളുകൾ പറയും, അഥവാ ആൽബം സോങ്സ് കേൾക്കുന്ന അപൂർവ ആളല്ല, ചില ഫാമിലീസ് വന്നിട്ട് പറയും നിങ്ങളെ മറ്റേ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കാണാൻ ആഗ്രഹിച്ചൊക്കെ അന്നമുള്ളിലൂടെ. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഇത്ര കാലമൊക്കെ ഇത്ര പാട്ടുകൾ പാടിയിട്ട് കിട്ടാത്ത എല്ലാ സ്വാഭാവികങ്ങളും അതിലൂടെ കിട്ടി. അപ്പോൾ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു കള്ളമില്ല, നമ്മൾ നല്ലത് മാത്രം പ്രതീക്ഷിച്ച് അതിന് ദൈവം തരുന്ന ഒരു. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര സിംഗേഴ്സ് ഉണ്ട്, എനിക്കായിട്ടൊരു കയ്യടിയൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ അന്നമോളെ ആ ഒരു അച്ഛനെന്ന രീതിയിൽ കിട്ടുന്ന. അപ്പോൾ ഞാൻ പറയും ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള പിതാവ് ഒരാളെ ഞാനാണെന്ന് അല്ലേ. ഇത് ഇപ്പൊ ഇക്കന്നെ പറഞ്ഞില്ലേ, ഇക്കയെ കാണാനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നീഡുള്ള ഒരു കുട്ടിയുടെ പാരന്റ്സ് വരും എന്നുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണല്ലോ ഇക്കയും അന്നമോളെയും കാണുമ്പോൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു രീതിയിലും ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നോക്കി വളർത്തി അവക്കൊരു 10-11 വയസ്സായപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയാണ് ഷീസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഈ 10-11 വർഷം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദറ്റ് സിമ്പിൾ അല്ലെ. അത് കടന്നു പോവാന്ന് പറയുന്ന പാരന്റ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അത്ര സിമ്പിൾ അല്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, വളരെ സ്പെഷ്യൽ ആയ ഒരു കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ അങ്ങനെയുള്ള പാരന്റ്സിനോട് എന്താ പറയാ? അത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ പറയുക, നമ്മൾ ഈ സങ്കടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തിനാരോ, നമ്മളെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളിൽ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് കൂടുതൽ വില കൊടുക്കാൻ വേണ്ടി. അതിന് വില. പിന്നെ നമുക്ക് നമ്മളെ സങ്കടങ്ങൾ വലുതായി കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ പ്രശ്നം. നമ്മൾക്ക് സങ്കടം ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളെക്കാൾ സങ്കടമുള്ള ആളുകളെ സങ്കടം കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ സങ്കടം ഒന്നുമില്ല, നമ്മൾ നമ്മുടെ മുകളിൽ നിൽക്കുന്നവരുമായിട്ടാണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പാരൻസിനോടൊക്കെ പറയില്ല, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് കണ്ടാൽ മതിയാണ്. പിന്നെ നമ്മൾ മറ്റൊരാളെ കുട്ടീനെ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ നമ്മളത് പഠിപ്പിൻ്റെ കാര്യത്തിലും ചില പേരൻസിനുണ്ട്, ഇവിടെ മാർക്ക് പറഞ്ഞാൽ അവിടുത്തെ കുട്ടിയെ നോക്കും, അടുത്ത വീട്ടിൽ കറണ്ട് പോയാൽ ഇവിടെ കറണ്ട് പോയാൽ അടുത്ത വീട്ടിൽ നോക്കുന്ന പോലെയാണ്. അപ്പോൾ അതിന് പകരം നമ്മൾക്കൊന്നും സംഭവിച്ചില്ല, നമ്മളെ കുട്ടികൾക്കൊന്നും ഇല്ല എന്നാണ്ട് ചിന്തിച്ചാൽ മതി. അതിൽ പ്രയത്നിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഏത് കലങ്ങിയ വെള്ളം തെളിയും എന്നൊക്കെ പറഞ്ഞ് അതിനൊരു റിസൾട്ട് കിട്ടും. നന്നായി സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ മക്കളെയും പഠിപ്പിക്കുക. ഇപ്പം അന്നമോള് പഠിക്കുന്നത് ഞാൻ പഠിച്ച സ്കൂളിലായിരുന്നു, LP സ്കൂളിൽ പഠിച്ച, ഇപ്പോൾ ഒരു UPയിലേക്ക് മാറി. എന്നാലും എന്നോട് ചില ആളുകൾ ചോദിക്കും, ഇങ്ങനെ മോള് സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അല്ല അങ്ങനെ ഇതിൽ തന്നെ എന്ന് പറയും. അപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു ഇതുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് വിഷമം തോന്നാറില്ലൊന്നുമില്ല. കാരണം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയിട്ടുണ്ട്. ഇനി അവൾ കൂടുതൽ വളരും തോറും അതൊക്കെ മാറി വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഫിസിക്കലി ആയിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി ആ കാഴ്ചയിലുള്ള ചെറിയ അത് അവൾ വളരുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാ പേരൻസും അതുപോലെ നമ്മൾക്കൊരു പ്രതീക്ഷ കൈവിടാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ സെറ്റ് ആയിക്കോളും. ബാക്കിയൊക്കെ കാരണം എന്താ പറയുക, നമ്മൾ സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാവില്ല. നമ്മളെ കൂടെ സങ്കടപ്പെടാൻ അധികാരം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ സങ്കടമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിരിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ഞാൻ കാണുന്നത്. എപ്പോഴും ഒരു സാഡായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് വരില്ല അല്ലേ, അങ്ങനെയല്ലേ? കാരണം നമ്മൾ ഒരാളെ കണ്ടാൽ പറയാം അവൻ്റെ അടുത്ത് പോയാൽ അവൻ്റെ സങ്കടം. പക്ഷെ ചിരിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ പറയില്ലേ, ആ ചിരിയിലുണ്ട് ഭയങ്കര പോസിറ്റീവ് എനർജി, ആ ചിരി കാണാൻ ഭയങ്കര രസമാണെന്നൊക്കെ. അതേപോലെ നമ്മൾ സങ്കടപ്പെടാതെ ഉള്ളതിൽ ആനന്ദിക്കാൻ ശ്രമിക്കുക, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറാൻ ശ്രമിക്കുക. ഒരു പാട്ട് ഇപ്പോൾ ഹന്നമോൾക്ക് വേണ്ടി പാടാൻ പറഞ്ഞ ഏത് പാട്ടാ പാടുക? അത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പാടാനുള്ള പാട്ടാണ്. അതും എനിക്കറിയാം. അത് പാടിക്കുന്നു.
കാണാൻ എന്നെക്കാളേറെ മുഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാൾ എന്നെ പ്രേമിച്ചോള്, കൽവിൻ തെക്കേ അറ്റത്താണെന്നും ഇവള്, കാണാനും മാലാക, എൻ്റെ റുഹാനി മാലാക. ഇത് പറയുമ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർക്കുന്നത്. എന്താ പറയുക, ഞാൻ FBയിൽ ഇവളെ കുറിച്ച് എൻ്റെ മാലാക എന്ന് എനിക്ക് തോന്നുന്നു ഞാനാവും അങ്ങനെ ഒരു വേർഡ് കുട്ടികളൊക്കെ എഴുതി അവളെ എവിടെ പോയി കഴിഞ്ഞാൽ ആളുകളായി മാലാക. ഒരിക്കൽ UAE പോയപ്പോൾ അവിടുന്ന് ഒരു പാകിസ്ഥാന് പോലും അവളെ വിളിച്ചു വന്ന ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നീട് പല ആളുകളും അവളെ അത് മാത്രം വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴും കമൻറ്റിൽ വരുന്നത് അങ്ങനെ, ഞങ്ങളുടെ മാലാക. അപ്പോൾ എൻ്റേത് മാത്രമാവാതെ എല്ലാവരുടെ ആളായിട്ട് മാറിയില്ല അന്നമോൾ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരിയേ അന്നമോള് ഒരു സെലിബ്രിറ്റി ആണല്ലോ, ആളൊരു പബ്ലിക് ഫിഗർ ആണ്. അവള് പെർഫോമൻസസിന് പോകാറുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിരുന്നു ചേട്ടന്റെ കൂടെ ആണെങ്കിൽ ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോ അപ്പയില്ലാണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ പോവുകയൊക്കെ ചെയ്യുമല്ലോ. ഇത്രയും കാലമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഇക്കയുടെ മോളും അതുപോലെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അവളൊരു പെൺകുട്ടിയാണ്, വളർന്നു വരികയാണ്, ഇത്രയും പബ്ലിക്കിന്റെ ഇടയിലേക്കാണ് പോകുന്നത്. കുഞ്ഞാണ്, വലുതാവുന്നല്ലേ ഉള്ളൂ. അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? അല്ല, അവൾക്ക് കാരണം അവളെ ജീവിതത്തിൽ ഒരുപാട് വേറൊരാളെ ജീവിതത്തെ പഠിക്കേണ്ട കാര്യമില്ല. സത്യം, അവൾക്ക് തന്നെ ഉണ്ട്, അവൾക്ക് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ പറയും, അതും അവൾ കേട്ട് വളർന്നുണ്ട്. അപ്പോൾ അവളെ ജീവിതത്തിലെല്ലാം അവൾ പഠിച്ചു. അവൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ചു വരുന്ന ആളോട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. നാളെ അവൾ ലോകത്തോട് പറയും എന്തെന്ന്. വിധി എന്നത് പൊരുതാനുള്ളതാണെന്ന് പഠിപ്പിച്ചൊരു പിതാവിൻ്റെ മകളാണ്. അപ്പം അത് നാളെ കുറേ ആളുകൾക്ക് പ്രചോദനമായിട്ട് അവൾ സംസാരിക്കും ലോകത്തോട്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറ്. ഇപ്പം ഹന്നമോള് നമ്മളിപ്പോ പറയുമ്പോ 10-13 വയസ്സായെങ്കിൽ ആള് കുഞ്ഞാണല്ലോ, കുഞ്ഞല്ലേ, അവൾ വലുതാവുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴും ആളുകൾ എടുക്കോളെ. അതെ, കുഞ്ഞാണല്ലോ. അപ്പൊ ചില സമയമുണ്ടല്ലോ, ചില മൊമെന്റ്സ് ഉണ്ടല്ലോ പാരന്റ്സ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ, ഇത് ശരിക്കും നീ കുഞ്ഞല്ലേ, നീ ഇത്രയൊക്കെ പറയാറായോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കാറായോ, അതായത് നമുക്ക് സ്ട്രെങ്ത് തരുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കണക്കിനുണ്ട്, അത് പറയാൻ പറ്റില്ല. ഒരു ഏതെങ്കിലും ഒന്നുമല്ല. ഇപ്പൊ അവള് വലിയ കുട്ടിയായി. അപ്പോൾ അവളിപ്പോൾ ഖുറാനിലെ യാസീൻ സൂറത്തൊക്കെ ഒരു പകുതിയിലധികം ബൈഹാട്ടാണ് അവൾക്ക്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരാളോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവൾക്ക് വിളിക്കുക, അവൾ പറഞ്ഞു ഒന്ന് കേൾപ്പിക്കുക, അവൾ ഓതുന്ന കേൾക്കാൻ ഒരു ഇഷ്ടം എന്ന് പറയും. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് അന്നമോളോട് പറഞ്ഞു, അന്നമോളെ ഒന്നാ യാസീൻ ഓതിയെന്ന് പറഞ്ഞു. അപ്പോൾ 1 മിനിറ്റ് ഞാൻ അമ്മക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പോകാൻ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, അവൾക്ക് ഇപ്പോൾ ഓതാൻ പറ്റിയ സമയമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ അത് ചിന്തിക്കാലോ. ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഒരിക്കൽ ഒരാൾ, അവൾക്കൊരു 4-5-6 വയസ്സുള്ള സമയത്താണ്, ഇത് ആരെ കുട്ടി, അപ്പം എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് മുടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ സമയം ടീഷർട്ട്, പിന്നെ എന്ത് കുട്ടിയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു പെൺകുട്ടിയാണ്. ഇത് കേട്ട് അവളെ അമ്മയുടെ അടുത്ത് പോയിട്ട് വെച്ചു. ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, പെൺകുട്ടിയാണോ. ഇനി ഞാൻ എന്താ വേണ്ടിയെന്ന് അറിയില്ലേ, ആടിച്ചു വിട്ടാ ഇത് പബ്ലിക്കിൽ പറ്റല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഇന്റർവ്യൂസിൽ വരുമ്പോ മാത്രമേ ആളിങ്ങനെ മിണ്ടാതിരിക്കുള്ളൂ. വീട്ടിലെ ഭയങ്കര എന്താ പറയാ തഗ്ഗും കൗണ്ടറും ഒക്കെ പറയുന്ന ആളാണ്. അന്നമോളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മിങ്കിളാൻ പറ്റും. അഥവാ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അന്നമോള് നിങ്ങളാണ് സെറ്റാവും. പിന്നെ അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോ കൊണ്ടുവരണം തീർച്ചയായിട്ടും. പിന്നെ അവള് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല വാക്കുകൾ കൗണ്ടറുകളൊക്കെ പറയും. ഭയങ്കര സംഭവം. മെച്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാല്ല. ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയൂട്ടെ, നീ എന്തിനാണ് ഇത്ര പെരുത്ത് വലുതായി? അപ്പം ഞാൻ പറയും, ഞാൻ ചെറിയ കുട്ടിയാ, അത് അവൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? അവള് പറയാം അവള് ടീച്ചറാവണം, അതാണ് പറയാറ്. അപ്പോൾ അവളെ ഇപ്പം പഠിക്കുന്ന അതേ സ്കൂളിൽ ടീച്ചറായി പോകണമെന്ന് ആഗ്രഹം. പക്ഷെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. അതാ പ്രശ്നം. ഇപ്പൊ പറയല്ലോ തുടങ്ങി, മഴ ഇതാ തുറക്കുന്ന ടൈമിൽ വന്നാ മതിയായിരുന്നു, എല്ലാം നീളുമല്ലോ സ്കൂളിൽ തുറക്കല് നീട്ടുമല്ലോ. മഴക്കാലത്ത് ഇപ്പൊ കളക്ടർ അവധി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലേ. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാലും എന്നോട് പറയും, അതെ ഉദ്ഘാടനം സ്കൂൾ ലൈഫ് എടുത്തോളി. എൻ്റെ ഒരു കസിൻ ഉണ്ട് രമേശ്, അവനോടും പറയും
ഞായറാഴ്ച മാത്രമേ കണ്ടു, സ്കൂളിലെ ദിവസം കൂടി എടുത്തോ സ്കൂളിൽ പക്ഷെ അറ്റൻഡൻസ് പ്രശ്നമല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ 7ാം ക്ലാസ് ആയാലോ, ഇനിയിപ്പോ പാസ് ഓപ്പൺ പാസ് ഒന്നും ഇല്ലല്ലോ ഇനി. അപ്പൊ ഇനി കൂടുതൽ ഞായറാഴ്ച മാത്രം തന്നെ ഇപ്പൊ അധികം അങ്ങനെ എടുക്കാറുള്ളൂ ഇനാഗറേഷനൊക്കെ. പക്ഷെ എന്താല്ലേ ഡേറ്റ് കലണ്ടറൊക്കെ മാർക്ക് ചെയ്ത് വെക്കിട്ട് ഒരു സെലിബ്രിറ്റി. ഇപ്പൊ ദിലീപേട്ടൻ അതുപോലെ മമ്മൂക്ക അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ മീറ്റ് ചെയ്ത ഒരു മെമ്മറി പറയൂ, ആരെങ്കിലും ഒരാള് എന്തെങ്കിലും പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, ദിലീപേട്ടനെ കാണാൻ ആഗ്രഹിച്ച ഒരാള് ഞാനും ഇതേപോലെ വലിയ ആഗ്രഹിച്ച ആളാ. അന്ന് സൗദിയിലായിരുന്നു, ജിദ്ദയിലെ ഒരു പ്രോഗ്രാമിലാണ് ദിലീപേട്ടനായിട്ട് പങ്കെടുക്കുന്നത്. ദിലീപേട്ടൻ അവിടെ അവളെ എടുക്കുന്നു. പിന്നെ അവൾക്കന്ന് ഗിഫ്റ്റായിട്ട് അവരൊരു സാംസങ്ങിൻ്റെ ടാബ് പുതിയ ഇറങ്ങിയൊരു ഏതോ വേഷനാണ് കൊടുത്തത്. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ആളെ പലവട്ടം കാണാൻ ശ്രമിച്ച ഞാൻ. ഒരിക്കൽ അതിൻ്റെ മുന്നേ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, കമ്മത്തിൻ്റെ സെറ്റ്. ഞാൻ മണിക്കൂറോളം മമ്മൂക്കാനായിട്ട് ഇരിക്കുന്ന സദസ്സിലും പിന്നെ വേദിയിലും ഇരിക്കുകയാണ്. മമ്മൂക്ക ചേർത്ത് പിടിക്കുന്നു, എൻ്റെ വൈഫിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഞാൻ എന്നിട്ട് അന്ന് കഴിഞ്ഞ് പോയിട്ട് വീട്ടിലെത്തിയിട്ട് സ്വപ്നമാവും. എന്നിട്ട് രാവിലെ ഞാൻ ബാഗ് എടുത്ത് FB തുറന്നപ്പോൾ അല്ല, സ്വപ്നമല്ല, സംഭവം ഇത് റിയലാണെന്ന്. അത് നമുക്ക് പൊരുത്തപ്പെടാൻ, അതിനോട് പൊരുത്തപ്പെടാൻ സമയം എടുത്തതില്ല സത്യത്തിൽ. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ, ഞാൻ നമ്മൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ച പല ആളുകളും അന്നമ്മളോട് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നു. പിന്നെ എല്ലാവർക്കും ഇപ്പം നമ്മൾ അറിഞ്ഞോണമെന്നില്ലല്ലോ. ഇപ്പം ഞാൻ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എന്നോട് ചോദിക്കും എമിഗ്രേഷൻ ഓഫീസർ, നിങ്ങൾ മറ്റേ മോളച്ഛനല്ലേ, മോളുണ്ടോന്ന് നോക്കും. ഞാൻ ക്യൂവിൽ ഏറ്റവും പലവട്ടം ഉണ്ടായില്ല, ക്യൂവിൽ ബാക്കിലേക്കാണ് എന്നെ വിളിക്കും അവർ. മോളുണ്ടാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കണേ. അപ്പം മോളുണ്ട് വെച്ചെങ്കിൽ ക്യൂലേ നിർത്തല്ലേ. അവളെ കണ്ടാൽ തന്നെ അങ്ങനെ കയറ്റി വിടാം. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാലും അവളുള്ളപ്പോൾ 100 ആളുണ്ടെങ്കിൽ അതിലൊരു 99 ആൾ തന്നെ തിരിച്ചു വരും. അവളില്ലാതെ പോകുന്ന സമയത്ത് ഒരു 5 ആളോ 10 ആളോ നമ്മളെ തിരിച്ചറിയുന്നു. അവളുള്ളപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ അതൊക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ആൾക്ക് സ്കൂളിൽ എങ്ങനെയാ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് തന്നെയാ? അവളെ എന്താന്ന് വെച്ചാൽ, അവള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അവള് സ്കൂൾ വണ്ടിയിലാണ് പോകുന്നത്. പിന്നെ ലാസ്റ്റ് ട്രിപ്പിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയത്ത് വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കാൻ ആൾ സ്കൂൾ വിട്ട് ഉടനെ ഫോൺ ചെയ്യും. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയി എടുത്തുകൊണ്ട് വരും. അവളെ കൊണ്ട് ബാഗ് വരെ പിടിപ്പിക്കില്ല അവളെ കൂട്ടുകാരിമാർ. അവളെ കൂടെ അങ്ങനെ കൊടുക്കും. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ ഉച്ച സമയത്തൊക്കെ ബുദ്ധിമുട്ടിക്കരുത്, അവർ ഡിസ്റ്റർബ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് അവളെ. അന്നമ്മളെ എന്ന് പറഞ്ഞാൽ സ്കൂളിലായാലും ടീച്ചേഴ്സായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീ ഹന്നമോളുടെ ഡ്രീം പറഞ്ഞു. വാട്ട് ഈസ് യുവർ ഡ്രീം? ഇക്കയുടെ ഒരു ഡ്രീം എന്താ? ഇനിത്തെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്താ? ഒന്നുമില്ല, ഇപ്പോൾ എങ്ങനെയൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ തന്നെ പോകണം, പോയാൽ മതി. അതിൽ തന്നെ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി, ഞാൻ കിട്ടുന്നതിൽ തൃപ്തിപ്പെടുന്ന ആളാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമുണ്ട്. ചെറുപ്പം മുതൽ നമ്മളോട് പറയും കുന്നോളം ആഗ്രഹിക്കണം, എന്നിട്ട് കുന്നിക്കുരോളെങ്കിലും ദൈവം തരാതിരിക്കലേ കിട്ടുന്നു. ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഞാൻ പന്നമോളോടായാലും എല്ലാവരോടും പറയുന്നത്, നമ്മൾ കുന്നിക്കുരോളം ആഗ്രഹിക്കാൻ പാടുള്ളൂ, എന്നിട്ട് കുന്നോളം നേടിയെടുക്കണം. അങ്ങനെ കുന്നോളം നേടിയെടുത്ത ഒരാളാണ് ഞാൻ. ഒരച്ഛൻ്റെ സ്ഥാനത്തായാലും ഇനിയിപ്പോൾ ഒരു കലാകാരനുള്ള നിലക്കും ഞാൻ നേടിയതൊക്കെ ഞാൻ ചിന്തിച്ചതിനേക്കാളും ഞാൻ ആഗ്രഹിച്ചത് ഒരുപാട് മേലെയാണ്. അപ്പോൾ ഇതന്നെ ഇന്ന് നിലനിന്ന് പോകണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ ഒരു കലാരംഗത്തൊരു ഏകദേശം ഞാൻ ഒരു 20 വർഷത്തിൻ്റെ അടുത്തായില്ലേ, 10-18 വർഷം ഞാൻ നിൽക്കാൻ കഴിഞ്ഞില്ലേ, സർവൈവ് ചെയ്യണ്ടല്ലോ. അതെ, ഇപ്പോഴും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നമ്മള് പണ്ടുണ്ടാക്കിയ പാട്ടുകളൊക്കെ ഇപ്പോഴും പിള്ളേര് പാടിക്കൊണ്ട് നടക്കുന്നു. ഇപ്പോൾ ഞാൻ സ്കൂളുകളിൽ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ കെട്ടിയ പെണ്ണ് പാട്ട് അവരാണ് ആവശ്യപ്പെടുന്നത്, അവരൊപ്പം പാടുന്നത്. ഞാൻ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല കുട്ടികൾ. അതേമാതിരി ഇപ്പോൾ എത്ര നാൾ വന്ന് നോക്കുമ്പോൾ ഒരു 2-3 തലമുറയുടെ പാട്ടായി മാറി എത്ര നാൾ. അപ്പോൾ ഇതിലൊക്കെ അപ്പുറം എന്താ നമ്മൾ കാണേണ്ട സ്വപ്നം? അതെ. ഓക്കെ, ഇനി ഇത് പാട്ടുകൾ ഏതൊക്കെയാ? പുതിയ പാട്ട് ഇനി കുറേ ഗാലറി വിഷൻ്റെ തന്നെ കുറേ പാട്ടുകൾ വരാനുണ്ട്.
അത് ഇതിൽ പാടാൻ പറ്റൂല ഇന്റർവ്യൂല്. അങ്ങനെയുണ്ടോ? ആ പാടി കഴിഞ്ഞാൽ ആരെങ്കിലും നാളെ തന്നെ പാടിയിട്ട് വേക്കൻഡ് ചെയ്ത് നോക്കും. കുറെ അനുഭവങ്ങളുണ്ട്. എല്ലാം പോകുന്നു, അതിന്റെ വെയിറ്റ് എന്തൊക്കെ പോകുന്നു. അതെ അതെ. ഓക്കെ, ഫൈനലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടെ പാടാം. പക്ഷെ അതിന് മുന്നേ ഇപ്പൊ സിനിമയിൽ ഇക്കയുടെ പാട്ട് തന്നെ റീമാസ്റ്റർ ഇതൊക്കെ സംഭവം സിനിമാ പാട്ടായിട്ട് വന്നല്ലോ. പുതിയത് അത് മറ്റൊന്ന് വരുന്നുണ്ട്, ഡബ്ബമാല എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആൽബം വരുന്നുണ്ട്. അതിന്റെ ലിറിക്സും മ്യൂസിക്കും ചെയ്തിട്ടുള്ള ഡാപ്സിയാണ്. ഓ, ഞാനും ഡാപ്സിയും കൂടിയിട്ട് പാടിയിട്ട് അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്ട് വരുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. ഡാപ്സി എൻ്റെ അടുത്ത നാട്ടുകാരനാണ്. ഇപ്പൊ അടുത്താണ് മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പൊ ആ ഒരു ഉടൻ പ്രതീക്ഷിക്കും, വേഗം വരും, ഉടനെ വരട്ടെ. ഈ സിനിമയില് പാട്ടുകൾ എഴുതാത്ത എന്താ? താല്പര്യമില്ലാണ്ടാണ്. താല്പര്യമില്ലേ? അല്ല, എനിക്കല്ല, അവർക്കില്ലാത്തതുകൊണ്ട്. എന്നെ വിളിച്ചാലല്ലേ ഞാൻ എഴുതാൻ പറ്റുള്ളൂ. അതാണല്ലോ പണ്ടത്തെ കുരുത്തം കിട്ട പോയി തീരാറായപ്പോഴത്തേക്കും. അതെ, നമ്മളെ തേടി വരും. വരട്ടെ. സീനാണോ? അല്ലാണ്ട് ഡാബ്സ് ഒക്കെ ഇട്ടൊക്കെ വർക്ക് ചെയ്യല്ലേ? ഫിലിമില് എന്റെ 1-2 പാട്ടുകൾ ഇപ്പൊ വരും ഇപ്പൊ അടുത്ത്. നമ്മൾ പാടി വെച്ച ആ പാട്ടുകൾ തന്നെ. അതിലപ്പുറം പിന്നെ പുതിയ പാട്ടുകൾ എത്ര നാള് പോലെ തന്നെ വേറെ പാട്ടുകൾ സിനിമയിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓ നൈസ്. 1-2 പാട്ട് ഇപ്പൊ വരും. അങ്ങനെ സിനിമയിലും അല്ലാണ്ടും ഒക്കെ ഒരുപാട് പാട്ടുകൾ വരട്ടെ. വാപ്പയും എന്താ പറയാ, ബാക്കി ചേട്ടനും ചേച്ചിയും കുട്ടി ഭാര്യയും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഒരുപാട് സന്തോഷം നേരിൽ കാണാൻ പറ്റിയാലും കുറച്ച് സമയം വലിയ ആളുകളെ ഇതുപോലെ കുറെ ആളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇക്കയുടെ നാമം പൊന്നായിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.